എന്താ പരിപാടി? ഞങ്ങൾ മരം മുറിക്കാൻ പോവുകയാണ്. ഓ ശരിയാ, ഞങ്ങൾ മരം മുറിക്കാൻ പോവാ. എന്ത് മരം? എന്തോരാടാ? ക്രിസ്മസ് മരം. ക്രിസ്മസ് മരം. നീ എവിടെ ഉദ്ദേശിക്കുന്നത്? ലാഗ്ലേജും ആ പരിസരത്താണോ നീ ഉദ്ദേശിക്കുന്നത്? കത്തിയോ കത്തിയോ വല്ലതും ഉണ്ടോ? ഉണ്ടോ? മറ്റേ ലാക്ലെ ബോയ്. അത് തന്നെ, ഗ്രാസ് ലാൻഡിന്റെ അവിടെ. നിങ്ങൾ പോയ അതിന്റെ അപ്പുറേ. ലോ എയർ പ്രഷർ. ലെഫ്റ്റ്, റൈറ്റ്. ഡീഫോറസ്റ്റേഷൻ. ഈ മരം മുഴുവൻ വെട്ടണം. അത് കുറെ വെട്ടിയിട്ടുണ്ട് കേട്ടോ. ചെറുതോ? ഈ ആദ്യം കാണുന്നട്ടെ. ഏതാ? വലിയ കുഴപ്പമില്ലായിരിക്കും, പക്ഷെ വില കുറവല്ലേ? ഇതോ ഈ ചെറുതോ? ഈ കുഞ്ഞു സാധനം അത് മതി, പോരെ? കുഞ്ഞു ട്രീ മതി. വേണമെങ്കിൽ ഒന്ന് നോക്കാം നമുക്ക്. ഇറങ്ങിട്ടാ? അല്ല, അങ്ങനെയല്ല, ചുറ്റും ഒന്ന് നോക്കാം. ഇത് കൊള്ളാം, കറക്റ്റ് സൈസ് ആണോ? എന്താന്ന് മുറിക്കാം. അല്ല, വേണമെങ്കിൽ ഒന്നോടെ ഒന്ന് പോയി നോക്കാതെ ആ പരിസരത്ത് വേണമെങ്കിൽ. അത് പല ആംഗിളിലൊക്കെ ആയിരിക്കും. അതിനേക്കാൾ പണ്ട് ബാക്കിലുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ആ നിൽക്കുന്നോ? ഏതാ? നടുക്കൊരു ഗ്യാപ്പ് ഉണ്ട്. നടുക്ക് കയറി ഒരു ഗ്യാപ്പ്. ഞാൻ തോട്ടിലേക്ക് പോകരുത്. ഇതൊക്കെ കൊള്ളാലോ. ഈ വഴി തുറന്നു. ഇത് തുറന്നല്ലോടാ. അതിലൊന്ന് പോയ കൊള്ളാമെന്നുള്ളത്, പക്ഷെ പെട്ടു പോകുന്നൊരു പേടിയുണ്ട്. നല്ല വഴിയല്ലേ? ട്രക്ക് അത് കുറച്ച് നടക്കുന്ന വഴിയായിരിക്കും. ഇതിലെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടാൻ സാധ്യത ഉണ്ടോ അച്ഛനെ? ഇതിന്റെ ഒക്കെ ഷേപ്പ് കണ്ടോ? സെറ്റ് അല്ലേ? ഇവിടെ വേലിയില്ലല്ലോ. വേലിയില്ല. പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഓ, ഈ വഴി ഞാൻ വന്നിട്ടേ ഇല്ല. ഇതെങ്ങോട്ടാ പോകുന്നത്? ഇവിടെ അടച്ചിട്ടേക്ക് പറഞ്ഞു. മഴയില്ലല്ലോ. ഇത് ചെന്നിറങ്ങുന്ന വഴി ഭയങ്കര പിന്നെ കുറെ മരങ്ങളുള്ള സ്ഥലത്തേക്ക് എത്തിയാ മതി. കണ്ണത്താ ദൂരത്ത് മരമൊന്നുമില്ലല്ലോ ചാച്ചാ. ഇത് ചെന്നിറങ്ങുന്ന ഒരു ഹൈവേയുടെ ഒരു സൈഡിലേക്കാണ്. അല്ല, നടക്കോ? നടക്കും. വഴി നോക്കട്ടെ, കണ്ടുപിടിക്കാൻ പറ്റുമോ? നമ്മൾ ആ കാട്ടിക്കൂടെ കയറി. ഇത് കാട്ടല്ലേ? ആ കാട്ടിക്കൂടെ കയറി ഹൈവേയിലേക്ക് പോകണേ. ആ, ലെഫ്റ്റ്. വഴിയുടെ നടക്കാൻ അത്യാവശ്യം സാധനം പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ ആ നിർത്തിയതിന് കാരണം അറിയാം. എന്നാ ചെയ്യുന്നേ? എന്നാ ചെയ്യാനാ? ഇങ്ങോട്ട് കേട്ടോ. എടാ, ഇത് ശരിയാകുമോന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ശരിയാവത്തില്ല, വഴി മാറിപ്പോയി. പ്രൈവറ്റാ? പ്രൈവറ്റ് അല്ല, ഇത് പ്രൈവറ്റ് അല്ല. അതിനും കിങ്സ് ലേക്ക് റോഡ് തന്നെയാ ഇത്. നോക്ക്,
എന്നിട്ട് നീ കണ്ടോ എവിടെ ചെന്ന് ചാടുന്നതെന്ന്? ഹൈവേയിലേക്ക് കയറാൻ നമ്മൾ അങ്ങോട്ട് പോവാ. ആ ഇൻസിലേക്ക് റോഡ്, ഇത് ഇൻസിലേക്ക് റോഡ് തന്നെ. ഇതിൽ തന്നെ നമ്മളങ്ങ് പോയേനെ. ട്രക്ക് വരുന്ന വേണമെങ്കിൽ ഒന്ന് സൈഡിലേക്ക് കേട്ടിട്ട് കിട്ടും. എന്നാലും ഈ റോഡിന്റെ സൈഡിലൊക്കെ കൊണ്ട് അല്ലേ? ഇതൊരു ശരിക്കും പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെ തന്നെയാണ്. ഇത് വീടാ? ഇത് റാഞ്ചാ. ഇപ്പൊ റേഞ്ച് ഉണ്ടോ? ഞാനേ അതൊന്ന് നോക്കട്ടെ. എന്നാ വിഷയാണല്ലോ. എങ്ങോട്ടാ പോനെ? പോ ഈ അങ്ങോട്ട്. വെയിറ്റ്. ആ വഴി കറക്റ്റ് ഒരു ഫാമിലി യാത്ര പോണാലോ തന്നെയാണ്. പ്രോപ്പർട്ടി ഇത് മൊത്തം പ്രയത്നം. അല്ലെങ്കിൽ ഹൈവേ കയറി അതിലെ കൂടെ ഇറങ്ങി വരണം. നമുക്ക് പോണ വഴിക്ക് ഒരു മരം കണ്ടു വെച്ചിട്ടില്ലായിരുന്നു. നീ വീട്ടിപ്പോ എന്നാ ഹൈവേ കയറാ ചോദിച്ചു കഴിഞ്ഞാല് ഹൈവേ കയറാനുള്ള വഴി ഇനി തിരിച്ച് വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകണം. മറ്റേ വഴിക്ക് പറ്റിയാല അവന്മാർ ഈ ട്രക്ക് വരുന്നോണ്ട് തുറന്നിട്ടതാ അവന്മാരത്. മീൻസിലേക്ക് റോഡ് ഇത്തിരി വേഗം പോയാ ട്രക്കിന്റെ പറയാൻ പോയാ സുഖമായിട്ട് നമുക്ക് ഇറങ്ങിയെത്താറുന്നേ. അപ്പൊ നമ്മൾ ഇത്ര നേരം ആരുടെയോ പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടെ പോയത്? ഇത് മൊത്തം ആ പാലത്തിന് അത് തുറന്നിട്ടേക്കുന്നത്. ഇതിന് അടച്ചാ പണി കിട്ടും. ലാഭായി. ഇത്തിരി വേഗം പോയാൽ ട്രക്ക് പോകണ കൊടുത്ത് നമുക്ക് ഇറങ്ങി പോകാറുണ്ട്. പയ്യെ പോയാലും മതി, സ്പീഡ് പോണ്ടാ. അതിനോ കുഴി കിടക്കുന്നതിനേക്കാളും വെച്ചാൽ ലോക്കിന്റെ അവിടെ കിടക്കണം. ആരെങ്കിലും ട്രക്കാരന് മനസ്സിലായല്ലോ, ശരിയൊക്കെ ഉണ്ടായിരുന്നു. ഈ പൊട്ടന്മാരെ എവിടെ പോവാ കരുതിക്കണം. അയ്യോ അത് നൈസാ. പോയി നോക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഈ വണ്ടി ഓടിച്ച ആൾക്കാരാണ്. എന്നാ നമ്മുടെ ട്രീ അതിന്റെ അവിടെ പോലെ അടിക്കാൻ എടാ ഗ്ലൗസിന്റെ ഗ്ലൗസ് എന്റെ വണ്ടിയുടെ അങ്ങ് എടുത്തോണ്ട് വന്നു. നല്ല ട്രീ. പലയൊക്കെ ട്രീ വീടാ. അല്ല നിന്റെ തലയിലേക്കാ വീഴാൻ പോകുന്നത്. ഞാൻ പിടിക്കാൻ വേണ്ടിട്ടാ അവിടെ നിൽക്കണേ. ശരിയാ, വേണേ കുറയ്ക്കല്ലേ. വേണ്ട മറ്റേ സിൻഡർ ബ്ലോക്ക് മേടിക്കുന്നുണ്ട്. ഒരു ഇച്ചിരി നീട്ടമാണ് ഈ സാധനത്തിന് അടിയിൽ. നിലത്ത് വെച്ചേ എടുത്തു വെക്കണ. അത് വേണ്ടി ഇവിടെ വണ്ടിയുടെ വണ്ടിയുടെ മതി. ഭ്രാന്തന്മാരാ തേഞ്ഞ്. ചൂട് കാരണേ ഇതൊക്കെ ഊരിയാലാണ്. അതെ. ഹെൽപ്പ് വേണോ?
ലൈറ്റോ? അയ്യോ, ഇത്ര മതില്ലേ? ഇത് നമുക്ക് തൽക്കാലം ഏ ഇവിടെ വെക്കാനോ? മഴ കൊള്ളൂലേ? നനഞ്ഞ കൊഴപ്പല്ല. ഞാൻ സെന്ററിൽ കൊടുക്കല്ലേ? ഞാൻ കരുതി എവിടെയാ അറിയോ? ഈ കോർണറിലില്ലേ എന്റെ ഈസിൽ വെച്ച സ്ഥലത്ത്, ടിവിന്റെ സൈഡില്. അവിടെ നൈസായിരിക്കൂലേ? സെറ്റ്. ട്രിം ചെയ്യണല്ലേ? അത് വെള്ളമൊക്കെ പോയിട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ട്രീ ആയി. ഏകദേശം ഈ രൂപമായി ഇപ്പം. അല്ല, ഇത് ശരിയാക്കി. ലൈറ്റ് ഓഫ് ആക്ക്. സൂപ്പർ. എന്റെ ആദ്യത്തെ ക്രിസ്മസ് ട്രീയാ. നിങ്ങൾ ഇതിനെ മുന്നേ മുറിച്ചിക്കോ? എല്ലാ കൊല്ലം മുറിച്ച് സെറ്റാക്കാവേ. എനിക്കിഷ്ടായി. എന്റെ അടുത്ത് പോയി നിക്ക്. നൈസ്. കുറച്ച് വാക്കുകൾ പറ. ഫലമായി കാട് കീറി വെട്ടിയെടുത്ത ഈ മരത്തെ ഞാൻ സ്മരിക്കുന്നു. പിന്നെ നമ്മുടെ കൂടെ നിന്ന സച്ചിൻ, എമിനും ഇല്ല, എന്റെ കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുന്നു. പിന്നെ ഇതൊക്കെ ചെയ്ത എന്റെ സ്വന്തം ഭാര്യ അപ്പനക്ക് ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. കട്ട്.